ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ എം.വി. ശ്രേയാംസ് കുമാർ, പ്രിയപ്പെട്ട ശ്രീ പി.വി. ചന്ദ്രേട്ടൻ ഇപ്പോൾ പോയി, പ്രിയപ്പെട്ടവരായ മുകുന്ദൻ, ശശികുമാർ, സുഭാഷ് ചന്ദ്രൻ, മിനി, സദസ്സിലെ ബഹുമാന്യ വ്യക്തികളെ, സഹോദരീ സഹോദരങ്ങളെ, 2023 മാതൃഭൂമി പുരസ്കാരം, സാഹിത്യ പുരസ്കാരം എനിക്ക് ലഭിക്കുന്ന ഈ മുഹൂർത്തത്തിൽ യശശരീരനായ ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ ഞാൻ സ്നേഹാദരങ്ങളോടെയും നന്ദിയോടെയും സ്മരിക്കുന്നു. എനിക്ക് അദ്ദേഹം നൽകിയ അനവധി പ്രോത്സാഹനങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ചന്ദ്രേട്ടൻ ഇപ്പോൾ പോയി. അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനാണ്. അദ്ദേഹം എക്കാലത്തും എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും എൻ്റെ അകമഴിഞ്ഞ നന്ദി. ശ്രേയു എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഔപചാരികമായി നന്ദി പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ നന്ദി പറയാൻ ഒരവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പുരസ്കാരത്തിന് മാത്രമല്ല, കുറേയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രേയുവിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. എനിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് മുകുന്ദന് നന്ദി. വളരെ പഴയ, മുകുന്ദൻ അതിവിടെ പറഞ്ഞു, വളരെ പഴയ ഒരു കൂട്ടുകെട്ടാണ് ഞങ്ങളുടേത്. മുകുന്ദനാണ് എന്നെ കല്യാണം കഴിക്കാതെ, അവൻ ഞങ്ങൾ തമ്മിലുള്ള ഒന്നും പറഞ്ഞില്ല. എന്നെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ച മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നവവധുവായിട്ട് ചെല്ലുക മാത്രമല്ല, അതിൻ്റെ പിന്നിലെ കറുത്ത കൈ മുകുന്ദൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. മലയാള നോവലിനെയും കഥയെയും വീണ്ടും വീണ്ടും ചെറുപ്പമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ കൈകളിൽ നിന്ന് ഈ പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശശിക്ക് നന്ദി. മറ്റൊരു വളരെ പഴയ കൂട്ടുകെട്ടാണ് ഞങ്ങളുടേത്. മലയാളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനൽ ശശി സ്ഥാപിക്കുമ്പോൾ ഇനി ഒരിക്കലും അഴിച്ചു പണിയാനാകാത്ത ഒരു പരിവർത്തനം അദ്ദേഹം മലയാള മാധ്യമ രംഗത്ത് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ശശിയുടെ സാന്നിധ്യവും ആശംസകളും ഈ മുഹൂർത്തത്തെ എനിക്ക് വിലയേറിയതാക്കുന്നു. സുഭാഷ് ചന്ദ്രൻ എൻ്റെ പ്രിയ സുഹൃത്തും പ്രിയപ്പെട്ട പത്രാധിപരുമാണ്. സുഭാഷിന്റെ കഥകളും നോവലുകളും നൽകപ്പെട്ട നിയമങ്ങളെ പ്രതിഭാസമ്പന്നതയോടെ ലംഘിച്ചു. ആഖ്യാന നവീനത കൊണ്ടും ഒരു പുതിയ വായനാ സമൂഹത്തെ സൃഷ്ടിച്ചു. സുഭാഷിന്റെ വിലയേറിയ സാന്നിധ്യത്തിന് നന്ദി. മിനിയെ ഞാൻ അവസാനമാക്കിയത് ഇവിടുത്തെ നമ്മുടെ ഈ മലയാളി രീതി അനുസരിച്ച് മിനി പെണ്ണായതുകൊണ്ടല്ല. മിനിയാണ് ഈ വേദിയിലെ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ആൾ. പക്ഷെ വാസ്തവത്തിൽ ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധി. ഏറ്റവും മലയാള എഴുത്തിന്റെ എഡ്ജാണ് മിനിയെ പോലെ ഉള്ള ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഇന്ന് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ചെറുപ്പം മിനിയുടെ കാര്യത്തിൽ പക്ഷേ ഒരു അളവുകോലല്ല. എഴുത്തിന്റെ മൗലികതയും ശക്തിയും സൗന്ദര്യവും സാമൂഹിക അവലോകന ശേഷിയും വേര് എന്ന് പറയുന്ന നോവൽ ഉദാഹരണമായിട്ട് കിഴക്കൻ മലകളിലെ കുടിയേറ്റ സ്ത്രീകളുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു അസാധാരണ കഥയാണ്. അതുകൊണ്ട് മിനി ആ രീതിയിൽ ഇന്നത്തെ മലയാള സാഹിത്യത്തിന്റെ മുന്നണിയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഈ ചടങ്ങിൽ പങ്കുചേർന്നതിനും ആശംസകൾ നൽകിയതിനും മിനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ അവസരത്തിൽ ഇവിടെ വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി. വളരെ സന്തോഷത്തോടെയും നന്ദിയോടെയും ഞാൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സ്വീകരിക്കുന്നു. വായനാ വാരത്തിലാണ് ഇതെനിക്ക് ലഭിച്ചത് എന്നത് എന്നെ പ്രത്യേകം സന്തോഷിപ്പിക്കുന്നു. ഈ പുരസ്കാരം എനിക്ക് പ്രത്യേകിച്ചും വിലയേറിയതാകാൻ ഒരു കാരണമുണ്ട്. അതിതാണ്, മുകുന്ദൻ പറഞ്ഞതുപോലെ തന്നെയാണത്. ഞാൻ മാതൃഭൂമിയുടെ കുഞ്ഞാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇത് അവസരത്തിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു മുഖസ്തുതിയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം, തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. 60 കൊല്ലത്തിന്റെ പഴക്കമുള്ള ഒരു നന്ദി അതിൻ്റെ പുറകിലുണ്ട്. അത് ഞാൻ രണ്ടോ മൂന്നോ തവണയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. എങ്കിലും
മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ അതിനൊരു പ്രത്യേക പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഞാനത് വളരെ പെട്ടെന്ന് മാത്രം പറയാം. 60 കൊല്ലം മുമ്പാണ് 1964 ജനുവരി 26-നാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത്. അക്കാലത്ത് ജനുവരി 26-ന്റെ ലക്കം റിപ്പബ്ലിക് ദിനപ്പതിപ്പാണ്. റിപ്പബ്ലിക് വിശേഷാൽ പ്രതിയാണ്. അതിലെല്ലാ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ഓരോ കഥയുണ്ടാവും. ഏറ്റവും പ്രമുഖരുടെ കഥകളാണ് റിപ്പബ്ലിക് ദിനപ്പതിൽ അന്ന് മലയാള കഥയായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. ലളിതാംബിക അന്തർജനം, ബഷീർ, ടി പത്മനാഭൻ, MT വാസുദേവൻ നായർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കഥകളായിരുന്നു അന്ന് മലയാളം കഥയായിട്ട് വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന് കഥ എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പൊ എൻ്റെ ഏറ്റവും അത്യാഗ്രഹം പൂണ്ട ഒരു സങ്കല്പത്തിൽ പോലും എൻ്റെ പേര് ചേർത്ത് പറയാനാവാത്ത, ഒരിക്കലും സാധിക്കാത്ത ആ വിശുദ്ധമായ ഇടത്തിലാണ് പൂർണ്ണ അജ്ഞാതനായ ഒരു 18 വയസ്സുകാരൻ്റെ കഥ അന്ന് അച്ചടിച്ചു വരുന്നത്. അതൊരു അസാധാരണ പത്രാധിപ തീരുമാനമായിരുന്നു എന്ന് ഇന്നെനിക്ക് മനസ്സിലാവുന്നു. കാരണം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു എഴുത്തുകാരന് റിപ്പബ്ലിക് പതിപ്പിലെ അത്തരം ഒരു പ്രധാന ഇടം കൊടുത്തതിൽ ഒരു എഡിറ്റോറിയൽ റിസ്ക് ഉണ്ട്, ഒരു ആപത്തുണ്ട്. ആ എഡിറ്റോറിയൽ തീരുമാനം എടുക്കുന്നതിൽ ഒരുപക്ഷെ ആ ഒറ്റ കഥ കൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിപ്പോയേക്കാമായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഇവന്റെ കഥ പ്രസിദ്ധീകരിച്ചത്, എന്തായിരുന്നു ഇതിന്റെ അർത്ഥം എന്ന ചോദ്യം വരും. ഒരുപക്ഷെ ഞാനൊരു വ്യാജനായേക്കാമായിരുന്നു. വാസ്തവത്തിൽ ഞാനൊരു വ്യാജനല്ല എന്ന് എനിക്കിന്നും ഉറപ്പില്ല. എൻ്റെ കഥ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനമെടുത്ത NV കൃഷ്ണവാര്യരെയും MT വാസുദേവൻ നായരെയും അന്ന് ഞാൻ അവരുടെ എഴുത്തിലൂടെ മാത്രമേ കേട്ടിട്ടേ ഉള്ളൂ. മറ്റൊരു അത്ഭുത പ്രപഞ്ചത്തിലെ മനുഷ്യരാണ് അവരെനിക്ക്. അവരാണ് ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപന്മാർ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആകെ അറിയാവുന്നത് ഞാൻ അക്ഷരം കൂട്ടി വായിച്ചു തുടങ്ങുമ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മാത്രമാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് കഥ അയക്കേണ്ടത് എങ്ങോട്ട് എന്ന എന്നോട് തന്നെയുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയക്കുക. അങ്ങനെ എഡിറ്റർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കോഴിക്കോട് എന്ന് എഴുതിയൊരു കവറിനകത്ത് കഥ അയച്ചു. ഞാനന്ന് മൈസൂറിലാണ് പഠിക്കുന്നത്. മൈസൂരിലെ എൻ്റെ കോളേജിൻ്റെയും എൻ്റെ ക്ലാസിൻ്റെയും വിലാസത്തിലാണ് ഞാൻ ആ കഥ മാതൃഭൂമിക്ക് അയച്ചത്. അപ്പോൾ NVയും MTയും എൻ്റെ ആദ്യ കഥ റിപ്പബ്ലിക് പതിപ്പിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ മുട്ടയിൽ നിന്ന് വിരിയാൻ കഷ്ടിച്ചു തുടങ്ങുന്ന ഒരു എഴുത്തുകാരന് മാത്രമായിരുന്നു ഞാൻ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു എനിക്ക് സിദ്ധിച്ചത്. മാതൃഭൂമിയും NVയും MTയും ചേർന്ന് നിശബ്ദമായ ഒരു പയ്യന് നൽകിയത് മലയാള സാഹിത്യത്തിലേക്കുള്ള അവിശ്വസനീയമായ ഒരു പ്രവേശന അനുമതിയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ യാതൊരു സംശയവുമില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു അത്. അക്കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാതൃഭൂമിയുടെ കുഞ്ഞാണ് എന്ന അമിത സ്തുതി പോലെ തോന്നിക്കുന്ന പ്രസ്താവന നടത്തിയത്. ഞാൻ NVയുടെ കുഞ്ഞാണ്, MTയുടെയും കുഞ്ഞാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ മാതൃഭൂമി പുരസ്കാരം സ്വീകരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ NVയോടും MTയോടും ഇരുവരോടുമുള്ള ഹൃദയം നിറഞ്ഞ കടപ്പാടും നന്ദിയും ഞാൻ ആദരപൂർവ്വം രേഖപ്പെടുത്തുന്നു. അവർ അന്ന് ആ കഥ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എഴുത്ത് തുടരുമായിരുന്നോ എന്നതൊരു സാങ്കല്പിക ചോദ്യം മാത്രമാണ്. എങ്കിലും അതിൻ്റെ ഉത്തരം തുടരാൻ വഴിയില്ലായിരുന്നു എന്നാണ്. അതിൻ്റെ പൂർണ്ണ നഷ്ടം എൻ്റേത് മാത്രമാകുമായിരുന്നു. എൻ്റെ ജീവിതത്തെ മറ്റൊന്നാക്കി തീർത്ത ഒരു പരിവർത്തനം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് അതിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അതിനുശേഷം കഴിഞ്ഞ 60 വർഷങ്ങളിലൂടെ പല പത്രാധിപന്മാരിലൂടെ വളർന്ന ഒരു എഴുത്തുകാരൻ, ഞാൻ അങ്ങനെ വളർന്നവനാണ്. അതിനുശേഷം ഞാൻ എത്രയോ പല പ്രസിദ്ധീകരണങ്ങളിലെ പല പത്രാധിപന്മാരാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അവരിലൂടെ വളർന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്. പത്രാധിപത്യം എന്ന അതിപ്രധാന സാമൂഹിക സാംസ്കാരിക ചുമതല അപൂർവമായിട്ടേ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിൽ അത് വാർത്താ പത്രാധിപത്യത്തെ പറ്റിയാണ്. സാഹിത്യ പത്രാധിപത്യത്തിന്റെ മേഖല അപൂർവമായിട്ട് ചർച്ച ചെയ്യാറുള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം മലയാള സാഹിത്യത്തിന്റെ വളർച്ചയിൽ സാഹിത്യ പത്രാധിപത്യം വഹിച്ച പങ്ക് വളരെ വലുതാണ്.
അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇവിടെ കടക്കുക സാധ്യമല്ല. വളരെ വർഷത്തെ ഒരു ചരിത്രമാണത്. ഒരു കാര്യം വ്യക്തമാണ്, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ച സാഹിത്യ സാംസ്കാരിക ആനുകാലികങ്ങളുമായിട്ട് ഇഴപിരിയാതെ പോകുന്ന ഒന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു വലിയ പങ്ക് ആദ്യം വെളിച്ചം കാണുന്നത് പുസ്തകങ്ങളിലൂടെ അല്ല, സമകാലികങ്ങളിലൂടെയാണ്. മാതൃഭൂമി പോലെയുള്ള സമകാലികങ്ങളിലൂടെ. നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തങ്ങളായ പല നോവലുകളാണ് മാതൃഭൂമി ആശുപത്രിയിലൂടെ അന്ന് സീരിയലൈസ് ചെയ്തു വന്നിരുന്നത്. മലയാളത്തിൽ കഴിഞ്ഞ 6 ദശകങ്ങളായി പങ്കെടുത്തിട്ടുള്ള ഒരുവനെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് സാഹിത്യ പത്രാധിപ പ്രതിഭ എഴുത്തിൻ്റെ ശേഷിയെപ്പോലെ തന്നെ പ്രധാനമാണ് എന്നാണ്. കാരണം ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാൽ, എഴുത്തിന് വായനക്കാരുടെ മുൻപിലെത്താൻ അവസരം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് പത്രാധിപർ. ഞാൻ എഴുതിയത് നിങ്ങളുടെ മുമ്പിൽ എത്തണമെങ്കിൽ ആദ്യം ഒരു പ്രസിദ്ധീകരണം വേണം. രണ്ടാമത് ആ പ്രസിദ്ധീകരണത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പത്രാധിപർ വേണം. അത് മാത്രമാണ് എൻ്റെ കവാടം വായനക്കാരുടെ പക്കലിലേക്കുള്ളത്. പുസ്തകമായിട്ട് വരുന്നത് വേറൊരു കാര്യം. പത്രാധിപരുടെ മൂല്യപരമായ തീരുമാനമാണ് ഒരു രചന വായനക്കാരുടെ പക്കലെത്താൻ കടക്കേണ്ട ആദ്യത്തെ കടമ്പ. ആ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പത്രാധിപരുടെ സാഹിത്യ സാംസ്കാരിക സാമൂഹിക തിരിച്ചറിവുകളുടെ ഒരു ലോകം തന്നെ നിലകൊള്ളുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പും രചനയുടെ ഉടമയെയും സാഹിത്യത്തെ തന്നെയും മറ്റൊരു മാനത്തിലേക്ക് മാറ്റുന്നു. പത്രാധിപരുടെ ഓരോ തെരഞ്ഞെടുപ്പിലൂടെയും സാഹിത്യം വളരുന്നു. അത്തരം തെരഞ്ഞെടുപ്പുകളുടെ ആകെത്തുകയാണ് വായനക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. പക്ഷെ സാധാരണമായി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എഴുത്തുകാരെ മാത്രമേ കണക്കിൽ എടുക്കാറുള്ളൂ. സാഹിത്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവരെ വായനക്കാരുടെ മുന്നിലെത്തിക്കുന്ന പത്രാധിപർ നമ്മുടെ കണ്ണിൽ അദൃശ്യനാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് സുഭാഷ് ചന്ദ്രനെ പോലെ ഒരു പത്രാധിപർ ഓരോ ആഴ്ചയും 365 ദിവസവും നേരിടുന്ന വെല്ലുവിളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ അദ്ദേഹം മാതൃഭൂമി ആശുപത്രിയുടെ കാര്യത്തിൽ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യുന്ന നാം കാണുന്നു. മാതൃഭൂമി ആശുപത്രി പോലെയുള്ള ഒരു സമകാലികത്തിന്റെ ഓരോ ലക്കവും, ചിലപ്പോൾ നമ്മൾ പറയും ഈ ലക്കം ശരിയല്ല, ഇത് പോരാ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഓരോ ലക്കവും മലയാള എഴുത്തിനെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് നമ്മൾ റിയലൈസ് ചെയ്യാറില്ല വാസ്തവത്തിൽ. ഇതാണ് സാഹിത്യം സജീവമായി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്ന ആനുകാലികങ്ങളിലൂടെയാണ് ആദ്യം, അതിന്റെ പിന്നിലാണ് പുസ്തകങ്ങളുടെ നിര ഇത് വരുന്നത്. ഇതേ കർത്തവ്യം വിവിധ രീതികളിൽ നിർവഹിക്കുന്ന മറ്റ് സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഉണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ ഞാൻ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മാതൃഭൂമിയെ എടുത്തു പറഞ്ഞത് അതിന്റെ ചരിത്രവും അതെക്കാലത്തും ഇന്നും പ്രതിനിധീകരിക്കുന്ന മികച്ച എഴുത്തിന്റെ പാരമ്പര്യവും മുൻനിർത്തിയാണ് ഞാൻ മാതൃഭൂമിയെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. സാഹിത്യത്തോടുള്ള മലയാളിയുടെ താല്പര്യം ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരിടത്തും കാണാത്ത ഒരുപക്ഷെ ബംഗാളികൾക്കൊഴികെ കാണാത്ത ഒരു സാഹിത്യത്തോടുള്ള താല്പര്യം മലയാളികൾക്കുണ്ട്. അത് എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അത് എവിടെ നിന്ന് വന്നു ആ താല്പര്യം എന്നുള്ളത്. അതൊരു രസകരമായ പഠനമായിരിക്കാം. അതെന്തായാലും വിദ്യാവിലാസിനിയും വിദ്യാവിനോദിനിയും ഭാഷാപോഷണിയും പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ആ താല്പര്യത്തിൽ നിന്ന് ഉടലെടുത്തവയായിരുന്നു. വിദ്യാവിലാസിനിയാണ് ആദ്യത്തെ സാഹിത്യ പ്രസിദ്ധീകരണമായി കരുതപ്പെടുന്ന 1881 തുടങ്ങുന്നത്. അതേ താല്പര്യമാണ് 1932 മാതൃഭൂമി ആശുപത്രിന് രൂപം കൊടുത്തത്. സാഹിത്യം കേരളത്തിൽ ഒരു ഭൂരിപക്ഷത്തിന്റെ പ്രിയം നേടിയിട്ടില്ലാതിരുന്ന ഒരു കാലത്ത്, ഇന്നും സാഹിത്യം ഒരു ഭൂരിപക്ഷത്തിന്റെ പ്രിയമൊന്നും നേടിയിട്ടൊന്നുമില്ല. മലയാള പുസ്തകങ്ങളുടെ വിൽപ്പന നോക്കിയാൽ അത്ര ഒരു പോപ്പുലർ ഏരിയയൊന്നും അല്ല സാഹിത്യം. എങ്കിലും ഒരു കാലത്ത് ഒരു സാഹിത്യ പ്രസിദ്ധീകരണം തുടങ്ങാൻ വിദ്യാവിലാസിനിയുടെയും വിദ്യാവിനോദിനിയുടെയും ഭാഷാപോഷണിയുടെയും മാതൃഭൂമിയുടെയും സ്ഥാപകരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? അതത്ര ഒരു പണം ഉണ്ടാക്കാവുന്ന ഒരു സംരംഭമൊന്നും ആയിരുന്നില്ല.
എങ്കിലും അവർ ഒരു സാഹിത്യ പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മലയാളികളുടെ സാംസ്കാരിക പുരോഗതി മുന്നിൽ കണ്ട വിപ്ലവകരമായ ഒരു ഉൽപ്പതിഷ്ണിത്വമായിരുന്നു ആ ചിന്തയുടെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്തിന് എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തികവും മറ്റു തരത്തിലുള്ള പ്രയോജനം കിട്ടാൻ ഇടയില്ലാത്ത ഒരു യജ്ഞത്തിൽ ഞാൻ ചെന്ന് പെടണം? അപ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അത്തരം ദർശനങ്ങൾ ഉണ്ടാവുകയും അവ ഒന്നിച്ചു ചേരുകയും ചെയ്തപ്പോഴാണ് നമ്മൾ നവോത്ഥാനം എന്ന് ഇന്ന് വിളിക്കുന്ന ആ പ്രതിഭാസം ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ആരംഭിക്കുമ്പോൾ അതറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. സാഹിത്യാനുകാലികങ്ങൾ മാത്രമല്ല, പുസ്തക പ്രസാധകരും മലയാള സാഹിത്യത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പറയേണ്ട കാര്യം പോലും ഇല്ല. പക്ഷെ നമ്മളത് പരിപൂർണമായിട്ടെന്ന് പറഞ്ഞതുപോലെ അത് മറന്നിട്ടുണ്ട്. പ്രസാധകരും കൂടി ചേർന്നാണ് ഈ സാഹിത്യത്തെ ഈ നിലയിലേക്കും ഇന്നത്തെ ഉയർച്ചയിലേക്കും കൊണ്ടുവന്നത് എന്നത്. ഞാൻ പ്രസാധകരുടെ പങ്ക് പിടിച്ച് പറയല്ല. ഞാൻ പ്രസാധകരുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇതൊരു വാസ്തവമാണ്. ഇത് ഈ നാം വായനാവാരം ആഘോഷിക്കുന്ന ഈ സമയത്തിൽ നാം ഇത് ഓർക്കുന്നതും നല്ലതാണ്. പക്ഷേ ഈ പ്രസാധകരുടെ കാര്യം വരുമ്പോൾ നമ്മുടെ ഒരു വിഗ്രഹാരാധന ശൈലി ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അത് വെച്ച് നവോത്ഥാനത്തെ നമ്മൾ വളരെ എളുപ്പത്തിൽ അടയാളപ്പെടുത്താവുന്ന കുറച്ച് വിഗ്രഹങ്ങളിൽ ഒതുക്കുകയാണ് ചെയ്തത്. കുറച്ച് ആളുകൾ, ഇങ്ങനെ കുറെ ആളുകളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഈ 5-6 പേരാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വന്നു. അക്ഷരാർത്ഥത്തിൽ ഒതുക്കി. അത് നവോത്ഥാനത്തിന്റെ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവോത്ഥാനത്തിന്റെ മേൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വെട്ടിനിരത്തലിനെ വളരെ എളുപ്പമാക്കി. വ്യാജ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ എളുപ്പമാക്കി. അനാചാരങ്ങളുടെ പുനഃപ്രതിഷ്ഠ എളുപ്പമാക്കി. ഇതെല്ലാം നവോത്ഥാനത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് കേരളമൊട്ടാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മംഗളോദയവും, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ പേരുകൾ ഓർമ്മയുണ്ടാവും, PK ബ്രദേഴ്സും നരസിംഹവിലാസം ബുക്ക് ഡിപ്പോ തുറവൂർ ഒക്കെ പോലെയുള്ള പ്രസാധകരും മാതൃഭൂമിയുടെയും മനോരമയുടെയും ആദ്യകാല പുസ്തക പ്രസാധന സംരംഭങ്ങളുമാണ് മലയാളിക്ക് ഒരു പുസ്തക സംസ്കാരം ആദ്യമായിട്ട് നൽകിയത്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ മലയാള പുസ്തക പ്രസാധനം ഉയരങ്ങളിലേക്ക് പറന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വരവോടുകൂടി. നമ്മൾ വീണ്ടും മറക്കപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. സംഘം പ്രവർത്തനം ആരംഭിച്ചതോടെ ആധുനിക സാഹിത്യം കേരള സമൂഹത്തിൽ ഒരു ശക്തിയായി തീർന്നു. പുസ്തക വായന ഒരു മലയാളി ശീലമായി തീർന്നു. സംഘം എഴുത്തുകാരുടെ ഒരു തിളങ്ങുന്ന നിരയെ സൃഷ്ടിച്ചു. ലോക സാഹിത്യ വിവർത്തനങ്ങളിലൂടെ മലയാളത്തിന്റെ ഭാവുകതയെ പൊളിച്ചു പടർന്നു. നിഘണ്ടുക്കളുടെ പ്രസിദ്ധീകരണത്തിലൂടെ ഭാഷയെ ശക്തിപ്പെടുത്തി. ബാലസാഹിത്യത്തെ വളർത്തി. ഇതെല്ലാം ഒരു 30 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം കൊണ്ട് സംഘം ചെയ്തതാണ്. നവോത്ഥാനത്തിന്റെ ആധുനിക ഘട്ടത്തിന്റെ നെടുംതൂണായിരുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. എൻ്റെ കയ്യിൽ ഇപ്പോഴും 50 കൊല്ലം പഴയ സംഘത്തിലെ മെമ്പർഷിപ്പിന്റെ ഒരു ചെറിയ മഞ്ഞ കാർഡ് എൻ്റെ ഇരിപ്പോട്ട്. അതിനൊരു വിലയുമില്ല. പക്ഷേ എങ്കിലും ഞാനത് പൊന്നുപോലെ സൂക്ഷിക്കുന്നു. പക്ഷെ എൻ്റെ പരിമിതമായ അറിവിൽ നവോത്ഥാനത്തിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നൽകിയ വില തീരാത്ത സംഭാവന ആരും പരാമർശിച്ചിട്ടുള്ളത് പോലുമായി ഞാൻ കണ്ടിട്ടില്ല. സംഘത്തിന് പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് അത്ര പ്രസക്തമൊന്നുമല്ല. കേരളത്തിൽ എങ്ങനെ രാഷ്ട്രീയവും സ്വാർത്ഥ താല്പര്യങ്ങളും ചേർന്ന് വളരെ മികച്ച സ്ഥാപനങ്ങളെ നിലംപരിച്ചാക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് സംഘത്തിന് പിന്നീട് സംഭവിച്ചത്. നാം കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മലയാളികൾക്ക് സൃഷ്ടിച്ചു നൽകിയ പ്രകാശം പരത്തുന്ന പൈതൃകമാണ്. അതൊരു വലിയ പൈതൃകമാണ്. ഞാൻ പുസ്തക പ്രസാധന രംഗത്തെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നിങ്ങൾ നടത്തുന്ന ഒരു വ്യാപാര സ്ഥാപനമായിരിക്കാം, പക്ഷെ അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു സാംസ്കാരിക സ്ഥാപനമാണ്.
നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത് സാഹിത്യവും വിജ്ഞാനവുമാണ്. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന്റെ ഊടും പാവുമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത്തരമൊരു ദൗത്യം ഭരണകൂടത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മതത്തിനോ ജാതിക്കോ ഏറ്റെടുക്കാൻ സാധ്യമല്ല. ആ ഏറ്റെടുക്കൽ വളരെ അപകടകരവുമാണ്. കാരണം ഇവരുടെ എല്ലാം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാം നിഗൂഢ താല്പര്യങ്ങൾ അതിൽ സ്ഥാനം പിടിക്കും. ഈ പുസ്തകങ്ങളിൽ നിന്ന് സ്ഥാനം പിടിക്കും. സാഹിത്യവും വിജ്ഞാനവും സ്വാതന്ത്ര്യത്തിന്റെ മേഖലകളാണ്. മതമോ ജാതിയോ ഭരണകൂടമോ മറ്റ് സാമൂഹിക അധികാര ശക്തികളോ നിയന്ത്രിക്കേണ്ടവയല്ല അറിവിന്റെയും ഭാവനയുടെയും മേഖലകൾ. പക്ഷേ എല്ലാ സ്വേച്ഛാധിപത്യങ്ങളും ആദ്യം ഉന്നമിക്കുന്നത് അവയാണ്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. ജനങ്ങളുടെ ബോധജ്ഞാനത്തിന് തടയിട്ടെങ്കിലേ സ്വേച്ഛാധിപത്യത്തിന് തഴച്ചു വളരാൻ സാധിക്കൂ. ജനങ്ങളുടെ അറിവിന്, തിരിച്ചറിവിന് തടയിടുക എന്നുള്ളതാണ് സ്വേച്ഛാധിപത്യത്തിന്റെ ഒന്നാമത്തെ കർത്തവ്യം. അതൊരു ചരിത്ര സത്യമാണ്, ഒരു അലംഘനീയ ചരിത്ര സത്യമാണ്. ഹിറ്റ്ലർ സുപരിചിതമായ ഉദാഹരണമാണ്. സോവിയറ്റ് റഷ്യൻ സ്വേച്ഛാധിപത്യം എന്ന് തന്നെ അതിനെ വിളിക്കണം. നമ്മളിനി അതിനെ ഈ തരത്തിൽ വെള്ള പൂശി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. റഷ്യയിൽ മാത്രമല്ല, സോവിയറ്റ് അധിനിവേശത്തിലുള്ള കിഴക്കൻ യൂറോപ്പിലും സാഹിത്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മേലും എല്ലാ മനുഷ്യ സ്വാതന്ത്ര്യങ്ങളുടെ മേലും നിഷ്ഠുരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നടത്തിയിട്ട് അധികം കാലമൊന്നും ആയില്ല. 50 കൊല്ലം പോലും ആയിട്ടില്ല. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണിത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയിൽ അത്തരം അടിച്ചമർത്തലുകൾ ഉണ്ടായി. ശശി ഇവിടെ അതിനെപ്പറ്റി സൂചിപ്പിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് അത് ഇത്രയും മുമ്പ് ഓർമ്മ ഉണ്ടാവില്ല, ഗാന്ധിജിയുടെ വാക്കുകൾ ഉദ്ധരിക്കണമെങ്കിൽ മുൻകൂർ അനുവാദം മേടിക്കണമായിരുന്നു PIOയിൽ നിന്ന് അടിയന്തരാവസ്ഥയിൽ. അത് അടിയന്തരാവസ്ഥയിലെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. മനോജെ, അതാ സെൻസറിങ്. ആ സെൻസറിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്കോ നിങ്ങൾക്കോ ഗാന്ധിജിയുടെ 4 വാക്കുകൾ എവിടെയെങ്കിലും എഴുതണമെങ്കിൽ അവിടെ പോയി പെർമിഷൻ മേടിച്ചുകൊണ്ട് വരണം. അത്തരം ഒരു നാടാണ് നമ്മുടേത്. അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശശി പറഞ്ഞതുപോലെ മറക്കണ്ട. അത് ആരുടെ കാലത്ത് സംഭവിച്ചു എന്നുള്ളതും മറക്കണ്ട. അതാണ് ഇതിന്റെ കാര്യം. ഇന്ത്യയിൽ ഇന്ന് വീണ്ടും അത്തരം നിയന്ത്രണങ്ങൾ പല രൂപങ്ങളിലും പല കരുക്കൾ പ്രയോഗിച്ചും അതെത്തിക്കഴിഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പൗരാവകാശങ്ങളുടെയും എല്ലാ മേഖലകളും, പത്രപ്രവർത്തനമടക്കം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ അതറിയാം, ആ ഘട്ടത്തെ നേരിടുകയാണ്. ഇന്ത്യ ചരിത്രത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു അധ്യായമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ചുരുളഴിയുന്നത്. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായം, ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രതിഭാസത്തിന്റെ മുമ്പിൽ സാഹിത്യവും കലകളും ഒക്കെ അപ്രസക്തമാവുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് മാത്രമാണ് ഇന്ന് പ്രസക്തം. അത് നിലനിൽക്കുമോ ഇല്ലയോ? അതുകൊണ്ട് തന്നെ സാഹിത്യകാരിയുടെയും സാഹിത്യകാരന്റെയും രാഷ്ട്രീയം അതിപ്രധാനമായി തീരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം സാഹിത്യവും ജനാധിപത്യവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം രൂഢമൂലമാണ്, ഗാഢമാണ്. ജനാധിപത്യം നൽകുന്ന ആത്മാവിഷ്കരണ സ്വാതന്ത്ര്യമാണ് സാഹിത്യത്തെ നിലനിർത്തുന്നത്. ജനാധിപത്യം ഇല്ലെങ്കിൽ സാഹിത്യമില്ല, കലയില്ല. നാം ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ആത്മാവിന്റെയും ഹൃദയത്തിന്റെയും ചിന്തയുടെയും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. നമ്മളതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇതെല്ലാം നമുക്കുണ്ട്, നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ എഴുത്ത് കൂലി എഴുത്തായിത്തീരുന്നു, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഒരു ഒളിയിടത്തിരുന്ന് ചെയ്യുന്ന ഒരു ആപത്കരമായ കൃത്യമായി മാറുന്നു എഴുത്ത്. അപ്പോൾ ഏത് വിധത്തിലുള്ള ഭാവനയ്ക്കും ചിറവ് വിരിക്കാനുള്ള ഇടമാണ് ജനാധിപത്യം നൽകുന്നത്. സാഹിത്യം ജീവിതത്തിൽ നിന്നാണ് ഉയരുന്നത് എന്നത് ശരിയെങ്കിൽ അതാണല്ലോ ഒരു തത്വം. ഇന്ത്യക്കാരും മലയാളികളുമായ നമ്മളുടെ ആ ജീവിതങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണ്.
പ്രത്യേകിച്ച് കേരളത്തിൽ. ഞാൻ എഴുത്തുകാരുടെയും രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ തൂണിലും തുരുമ്പിലും രാഷ്ട്രീയമുണ്ട്. അത് സർവ്വവ്യാപിയാണ്. അത് രാഷ്ട്രീയം പിടിമുറുക്കാത്ത ഒരു ചെറിയ ജീവിത ഇടം പോലും കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സൂചി കടത്താൻ പോലുള്ള ഇടം ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ വിമുക്തമായിട്ടില്ല. BJP പറയുന്ന പോലെ കോൺഗ്രസ് വിമുക്ത ഭാരത് എന്ന് പറയുന്ന പോലെയാണ് ഒരു രാഷ്ട്രീയ വിമുക്തമായ ഒരു സാധനം നമുക്കിവിടെ ഇന്ന് കിട്ടാനില്ല. പക്ഷേ അധികാര രാഷ്ട്രീയത്തിന്റെ അഥവാ കക്ഷി രാഷ്ട്രീയത്തിന്റെ അധാർമികതകളിൽ സാഹിത്യം പങ്കുചേരുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. ഈ അധാർമികത എന്ന് പറയുന്ന കാര്യം അധികാരത്തിലേക്ക് എന്നേക്കുമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അധാർമികമല്ലാതെ ഒരു അധികാരം ലോകത്തിലുണ്ട് എന്ന് സംശയിക്കണം. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് നാം ധാർമ്മികത, ഒരു ചെറിയ ധാർമ്മികതയെ പോലും നമ്മൾ അതിശയത്തോടെ കാണുന്നത്. ഇദ്ദേഹം ഇത്ര നന്നായി സംസാരിച്ചല്ലോ, അദ്ദേഹം അത്ര നന്നായിട്ട് ആളുകളോട് പെരുമാറിയല്ലോ, ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുളകം കൊള്ളുന്നത് ഈ അധാർമികതയുടെ മുമ്പിൽ ഒരു ചെറിയ വെളിച്ചം കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളുകയാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഈ പറഞ്ഞ എന്റെ ടൈം എല്ലാം തെറ്റിപ്പോയേ, സോറി. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം എഴുത്തുകാരന്റെ ധർമ്മം, ഒരു പക്ഷേ ധർമ്മത്തെക്കാൾ നല്ല വാക്ക്, ധർമ്മത്തിന് കുറച്ചൊരു പൊങ്ങച്ചുണ്ട് ധർമ്മത്തിൽ, അതിനേക്കാൾ നല്ല വാക്ക് സദാചാരം. എഴുത്തുകാരന്റെ സദാചാരം മറ്റേത് പൗരന്റെയും സദാചാരം പോലെ അധികാര രാഷ്ട്രീയത്തിന്റെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ നിന്ന് കുതറി അതിനെ പൗരാവകാശ ബോധത്തോടെയും നിഷ്പക്ഷമായും വിവേചനപൂർവ്വവും നോക്കിക്കാണുക എന്നുള്ളതാണ് എഴുത്തുകാരന്റെ സദാചാരം, രാഷ്ട്രീയമായ സദാചാരം. ഇതിൽ പൗരനെന്നോ എഴുത്തുകാരനെന്നോ ഉള്ള വ്യത്യാസം ഞാൻ കാണുന്നില്ല. താൻ വിശ്വസിക്കുന്ന ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. തൻ്റെ എഴുത്തിലും ജീവിതത്തിലും, എഴുത്തിൽ മാത്രം പോരാ, ജീവിതത്തിലും അവയെ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. തൂലിക പടവാളാക്കുക എന്നും മറ്റുമുള്ള കാൽപ്പനിക വിശേഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത്തരമൊരു പടവാളാക്കൽ സാധിക്കുന്നത് ജനാധിപത്യത്തിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്വേച്ഛാധിപത്യങ്ങൾ ആദ്യം ചെയ്യുന്നത് എല്ലാ തൂലികകളുടെയും, അവരുടെ കൂലി എഴുത്തുകാരുടേത് ഒഴിച്ചുള്ള എല്ലാ തൂലികകളുടെയും മുന്നിൽ ഓടിക്കുക എന്നുള്ളതാണ് ആദ്യം ഒന്നാമതായി ജനാധിപത്യം ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അത് പടവാളാവും? നിർഭാഗ്യവശാൽ അടിയന്തരാവസ്ഥ എന്ന 18 മാസത്തെ സ്വേച്ഛാധിപത്യത്തിന്റെ ഓർമ്മ പോലും ഇന്ന് ഇന്ത്യക്കാരായ നമ്മൾക്കില്ല. സ്വേച്ഛാധിപത്യത്തെ തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഓരോ പൗരനെയും പോലെയും എഴുത്തുകാർക്കും ഒരു രാഷ്ട്രീയ പക്ഷമുണ്ട്. അവരുടെ വിരൽത്തുമ്പിലെ മഷിയടയാളം ജനാധിപത്യത്തിന്റെ അടയാളമാണ്. എഴുത്തുകാരനായ എന്റെ രാഷ്ട്രീയ പക്ഷം രേഖപ്പെടുത്തപ്പെടുന്നത് പോളിംഗ് ബൂത്തിൽ ഒരു കക്ഷിക്ക് ഞാൻ എൻ്റെ വോട്ട് നൽകുകയും മറ്റു കക്ഷികൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുവരെ ഞാൻ എന്ന പൗരൻ, എന്ന എഴുത്തുകാരൻ അധികാര രാഷ്ട്രീയത്തിന്റെ നിരീക്ഷകനും വിമർശകനുമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്തുതി പാടൽ എഴുത്തുകാരുടെ ദൗത്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തിനെ രാഷ്ട്രീയ പാർട്ടിയുടെ ലഘുലേഖയാക്കി മാറ്റുകയും അവരുടെ തൊഴിലല്ല. രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യത്തെ കണ്ണു തുറന്ന് കാണുകയാണ്, സത്യസന്ധതയോടെ കാണുകയാണ് വായനക്കാരോടുള്ള അവരുടെ കടമ. ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇന്നെങ്ങനെ ഒരു എഴുത്തുകാരന് എഴുതാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഇന്നത്തെ ഇന്ത്യയുടെ യാഥാർത്ഥ്യം ഇന്ത്യയുടെ നാനാത്വത്തിന്മേലും ജനാധിപത്യ വ്യവസ്ഥയുടെ മേലും മതനിരപേക്ഷ സ്വഭാവത്തിന്റെ മേലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ്. ഇതൊരു പുതിയ പ്രതിഭാസമായി ഞാൻ കാണുന്നില്ല എന്നത് മാത്രമാണ് ഇതിലെ വ്യത്യാസം. കാരണം ഇതെന്റെ ഇന്ത്യൻ ചരിത്രം കുറെയെല്ലാം
വായിക്കുകയും നോക്കുകയും കഴിഞ്ഞ ഒരു 50 കൊല്ലത്തെങ്കിലും ചരിത്രം കാണുകയുള്ള ആളിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്തത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പങ്കില്ലാത്ത അനവധി രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇന്ന് ഇന്ത്യയിലില്ല. ആർക്കും ഞാൻ പുണ്യവാളനാണ്, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ അവകാശമില്ല. അതിന്റെ രൂക്ഷത ഒരു പക്ഷേ ഇന്ന് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാവാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ആയുധങ്ങളായി പുറത്തെടുക്കുന്ന പല പൗരസ്വാതന്ത്ര്യ വിരുദ്ധ നിയമങ്ങളും ആരാണ് നിർമ്മിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നടുങ്ങുന്നത്. അതിലേക്കൊന്നും കടക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. ഈ നിയമങ്ങൾ പലതും സൃഷ്ടിച്ച ആളുകൾ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുകയാണ്. സത്യമെന്തെന്നാൽ യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിൽ മൺമറഞ്ഞിട്ട് കാലം വളരെയായി. എന്നാൽ നിരന്തരമായ രാഷ്ട്രീയ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അത് കാണാതെ പോകുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പോയി വോട്ട് ചെയ്യുന്നതാണ് ജനാധിപത്യം എന്ന് നമ്മൾ വിശ്വസിച്ച് വശായിപ്പോയി. ഇന്ത്യ ഒരു യഥാർത്ഥ ജനാധിപത്യമാണ് എന്ന അപകടകരമായ തെറ്റിദ്ധാരണ നമ്മിൽ വളർത്തപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ 1950 ഭരണഘടനാ സമിതിയുടെ അവസാനത്തെ യോഗത്തിൽ ചെയ്ത പ്രസംഗത്തിലാണ് പറഞ്ഞത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെപ്പറ്റി എനിക്ക് വളരെ ആശങ്കകളുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ അത് പലർക്കും ഇഷ്ടപ്പെടില്ല, ഞാനത് പറയുന്നില്ല. പക്ഷെ നിങ്ങളാരെങ്കിലുമൊക്കെ അത് ഗൂഗിൾ ചെയ്ത് അംബേദ്കറുടെ ആ മുഴുവൻ പ്രസംഗവും വായിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ദീർഘദർശനം. അപ്പൊ ഈ അവസ്ഥയിൽ എഴുത്തുകാരനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം ഉദിക്കുന്നു. അത് എന്നോട് തന്നെയുള്ള ചോദ്യമാണ്. എനിക്ക് മനസ്സിലാവുന്നിടത്തോളം എനിക്ക് ചെയ്യാവുന്നത് ഞാൻ വിശ്വസിക്കുന്ന ജനാധിപത്യ മതേതര സാധുജനപക്ഷ സ്ത്രീപക്ഷ മൂല്യങ്ങളെ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പേനയെടുക്കുമ്പോൾ ആ മൂല്യങ്ങൾ അദൃശ്യമായും സജീവമായും എൻ്റെ ചിന്തയുടെയും ഭാവനയുടെയും പശ്ചാത്തലത്തിൽ വെളിച്ചം പരത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് എനിക്ക് ചെയ്യാവുന്നത്. സ്വേച്ഛാധിപത്യത്തിന്റെയും വർഗീയതയുടെയും ശക്തികളോട് അവ ഏത് ഉറവിടത്തിൽ നിന്നും വരുന്നതുമാവട്ടെ കൈകോർക്കാതിരിക്കുക എന്നതാണ് എനിക്ക് ചെയ്യാവുന്നത്. ഒരു എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് വർഗീയവാദിയാകാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല എന്ന് ഉത്തരം പറയാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഉവ്വ് എന്ന് പറയേണ്ട അവസ്ഥ നമുക്കുണ്ട്. എഴുത്തുകാർ എന്തുകൊണ്ട് ഭരണകൂടത്തിന്റെയും പാർട്ടികളുടെയും ചെയ്തികളോട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ഞാൻ പല വേദികളിലും എനിക്ക് ലഭിക്കാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത് എന്ന്. സത്യമെന്തെന്നാൽ കേരളത്തിന്റെ സാമൂഹിക അധികാര വ്യവസ്ഥയിൽ എഴുത്തുകാർ വെറും അലങ്കാര വസ്തുക്കളാണ്. ഈ തോരണങ്ങളും മറ്റും പോലെയുള്ള ഒരു സാധനം. എഴുത്തുകാരെ ഒറ്റയാൾ പട്ടാളം എന്നും മറ്റും വിളിച്ച് പ്രശംസിക്കാറുണ്ട്. പക്ഷെ അവരും മറ്റേത് പൗരനെയും പോലെ നിസ്സഹായരാണ്. ഒരു ഭരണകൂടത്തിന്റെ രാക്ഷസീയ ശക്തിക്ക് മുമ്പിൽ ചവിട്ടി അരയ്ക്കാവുന്ന പ്രാണികൾ മാത്രമാണ് എഴുത്തുകാരും. അല്ലാതെ അവർക്ക് പ്രത്യേകമായ ഒരു പ്രിവിലേജ് അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഒറ്റയാൾ പട്ടാളങ്ങൾ പോലെയുള്ള വിശേഷണങ്ങൾ കാൽപ്പനിക സുഖം തരുന്നതാണ്. ഒറ്റയാൾ പട്ടാളങ്ങളെ പറ്റി അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വങ്ങളെ പറ്റി W.H. ഓഡ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ശശിക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോ അവരുടെ ഒറ്റയാൾ പട്ടാളങ്ങളുടെ അന്ത്യം, അവരുടെ രക്തസാക്ഷിത്വം വളരെ ദയനീയങ്ങളാണെന്നുള്ളതാണ് W.H. ഓഡൻ പറയുന്നത്. അദ്ദേഹം ഉദാഹരണമായിട്ട് എടുക്കുന്നത് മെഴുകു ചിറകുകൾ ഉണ്ടാക്കി സൂര്യന്റെ അടുത്തുകൂടി പറക്കാനായിട്ട് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞ ഇക്കാറസ് എന്ന കഥാപാത്രമുണ്ട്. മെഴുകു ചിറകുകൾ ഉരുകി ഇദ്ദേഹം താഴെ വീണ് മരിച്ചു. അപ്പം ഓഡൻ പറയുന്ന ഇതാണ്, സഹനങ്ങളും രക്തസാക്ഷിത്വങ്ങളും ആഘോഷിക്കപ്പെടുമെങ്കിലും അവ യഥാർത്ഥത്തിൽ നടക്കുന്നത് ആരും അറിയാതെയും വിരസവും അർത്ഥരഹിതവുമായ സാഹചര്യങ്ങളിലാണ്. ഏതെങ്കിലും
അഴുക്ക് നിറഞ്ഞ പിന്നാമ്പുറത്തോ തൂക്കുമര ചുവട്ടിലോ രക്തസാക്ഷിയുടെ ദുരന്തം അരങ്ങേറുമ്പോൾ തൊട്ടടുത്ത് ഒരാൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും, മറ്റൊരാൾ ഒരു ജനൽ തുറക്കുകയായിരിക്കും, ഇനിയും ഒരാൾ വെറുതെ ഉലാത്തുകയായിരിക്കും. തൊട്ടടുത്ത് നായകൾ അവരുടെ പാവം നായ ജീവിതങ്ങൾ ജീവിക്കുകയായിരിക്കും. ആരാച്ചാരുടെ കഴുത അതിന്റെ നിഷ്കളങ്കമായ പിൻഭാഗം ഏതെങ്കിലും മരത്തിന്മേൽ ഉരസുകയായിരിക്കും. ഈ സമയത്ത് മഹത്തായ ഒരു രക്തസാക്ഷിത്വം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടന്റെ ഈ വാക്കുകൾ കൃത്യമാണ്. രക്തസാക്ഷിത്വം രക്തസാക്ഷിയാകുന്നവരുടെ ആഘോഷമല്ല, മറ്റുള്ളവരുടെ ആഘോഷമാണ്. അതാണ് ഗാന്ധിജിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ ആഘോഷമാണ്. യേശുവിന്റെ കാര്യത്തിൽ നാം കണ്ടത് യേശുവിന്റെ രക്തസാക്ഷിത്വം മറ്റു കുറെ പേരുടെ ആഘോഷമാണ്. യേശു വളരെ വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചാണ് മരിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വാസ്തവത്തിൽ എന്തിനാണ് നമ്മൾ ഒറ്റയാൾ പട്ടാളങ്ങളെ തേടി പോകുന്നത്? ഇത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടിയല്ലേ രാഷ്ട്രീയ പാർട്ടികളുടെ വൻ പട്ടാളങ്ങളെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്? അപ്പൊ പിന്നെ എന്തിന് എഴുത്തുകാരും അതുപോലെയുള്ള ഒറ്റയാൾ പട്ടാളങ്ങളുമാണോ ഈ രാജ്യത്തിന് ഉണ്ടാകുന്ന ആഭ്യന്തര ഭീഷണികൾക്കെതിരെ പടപൊരുതേണ്ടത്, അതോ രാഷ്ട്രീയ പാർട്ടികളാണോ? എന്താണ് അവരുടെ ജോലി? വോട്ട് വാങ്ങുകയും അധികാരത്തിലിരിക്കുകയും മാത്രമാണോ? വർഗീയവാദങ്ങളെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും ഇതുകൂടി പറയാതിരിക്കാൻ വയ്യ, സങ്കുചിത ചിന്തകളെയും ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന എഴുത്തുകാരും കലാകാരന്മാരും ഇന്ന് കേരളത്തിലുണ്ട്. അത് അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. അത്തരത്തിൽ വർഗീയതയ്ക്ക് പിന്തുണ നൽകുന്നതും ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യമാണ് എന്നതാണ് അതിലെ വിരോധാഭാസം. വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇന്ന് അവർ ആർക്ക് പിന്തുണ നൽകുന്നോ അവർ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല അവരെ മുഖ്യധാര അംഗീകരിക്കുന്നുമുണ്ട്. അത് മുഖ്യധാരയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരിൽ ഈ എഴുത്തുകാരിലും കലാകാരന്മാരിലും നിഷ്കളങ്കമായ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന വായനക്കാരെയും കാണികളെയും ഓർക്കുമ്പോൾ അവരുടെ പ്രവൃത്തി ഒരു വിശ്വാസവഞ്ചനയായി തോന്നുന്നു. അവരെ മാതൃകയാക്കിയേക്കാവുന്ന ചെറുതലമുറയെ ഓർക്കുമ്പോൾ കഠിന ദുഃഖം തോന്നും. നവോത്ഥാനത്തിൽ നാം സ്വപ്നം കണ്ട കേരളം ഇതല്ലായിരുന്നു. ഇന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഇന്ത്യക്കാരനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ സന്തോഷത്തെക്കാളേറെ എൻ്റെ പരാജയബോധമാണ് മുന്നോട്ട് നിൽക്കുന്നത്. നവോത്ഥാന കേരളത്തിൻ്റെയും ജനാധിപത്യ ഇന്ത്യയുടെയും ഇന്നത്തെ ദാരുണമായ അവസ്ഥയിൽ എനിക്കും പങ്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇന്ത്യയുടെ നാനാത്വം എന്ന യാഥാർത്ഥ്യം എന്നെ വീണ്ടും കൈപിടിച്ചുയർത്തുന്നു. ആ ഇന്ത്യ ഇനിയും മരിച്ചിട്ടില്ല. നമുക്കിനിയും സ്വപ്നം കാണാൻ കഴിയും. ഒരു പുതിയ രാഷ്ട്രീയം സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ നവോത്ഥാനം സാധ്യമാകും. മലയാള സാഹിത്യം ആ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.